എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറി പോലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും അതുപോലെ ഗസ്റ്റെല്ലാം വരുമ്പോഴും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. പച്ചരി കൊണ്ടാണ് നമ്മൾ ഈ ഒരു അപ്പം റെഡിയാക്കുന്നത്. കറി കൂട്ടിയിട്ടും കറി ഇല്ലാതെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു അപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരിയാണ് എടുത്തിന്, അത് ഇട്ട് കൊടുക്കാം. ഇനി ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട്, മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂറോളം അടച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിത് കുതിരാനായിട്ട് അടച്ച് വെച്ചിട്ട് 4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ഇതുപോലെ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഇടുന്ന സമയത്ത് ഒന്നിച്ചിട്ടിട്ട് അരക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അരക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് അരച്ചെടുത്താലും മതി. അരി മുഴുവനും ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം ഇട്ട് കൊടുക്കുക. കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന്, അരി മുങ്ങിക്കിടക്കാൻ പാകത്തിനാണ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോകണ്ട, ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററല്ല നമുക്ക് വേണ്ടത്, അതുപോലെ ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്ററല്ല നമുക്ക് വേണ്ടത്. നമ്മൾ പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്ന ദോശയില്ലേ, ആ ഒരു ദോശൻ്റെ എല്ലാം ബാറ്ററിൻ്റെ ആ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ പച്ചരിയും ചോറൊക്കെ വെച്ചിട്ട് ഒരു ദോശ ഉണ്ടാക്കലുണ്ട്. ആ ഒരു തിക്നെസ്സാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. ഒരു രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, ചെറിയൊരു സവാളൻ്റെ പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത്, തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത്, എല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൂടി പോകണ്ട. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബാറ്റർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇനി നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാം. വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിന്. നമ്മൾ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു അപ്പച്ചട്ടി, അല്ലെങ്കിൽ കുറച്ച് കുഴിയുള്ള ചീനച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കിയ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കയ്യിലും കുറച്ചും ബാറ്റർ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കട്ടിയാവണ്ട. ഈ ഒരു കയ്യിലിന് ഒരു കയ്യിലും കുറച്ചുമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തത്, ക്യാപ്സിക്കം കട്ട് ചെയ്തത്, മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് ചെറിയ തീയിൽ നമുക്കിതൊരു 2-3 മിനിറ്റോളം അടച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച ആ ഒരു അപ്പം അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടും ചെറിയ തീയിൽ 1 മിനിറ്റോളം അടച്ച് വെക്കുക. അപ്പോഴത്തേക്ക് ഈ ഒരു അപ്പം റെഡിയായി കിട്ടും. അപ്പോൾ 1 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ബാറ്ററും കൂടി സെയിം രീതിയിൽ തന്നെ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ ഓരോ പ്രാവശ്യം ബാറ്റർ ഒഴിക്കുമ്പോഴും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നാലാണ് ആ ഒരു വെജിറ്റബിൾസ് എല്ലാം എല്ലായിടത്തും നമുക്ക് ആ ഒരു അപ്പത്തിലെല്ലാം ശരിക്കും ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അടിയിൽ പോയി നിൽക്കും. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട്
വെജിറ്റബിൾസ് കാണാനൊരു ഭംഗിക്കെല്ലാം വേണ്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇട്ടതിന് ശേഷം അടച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ബാറ്റർ മുഴുവനും ഇതുപോലെ ചുട്ടെടുത്താൽ മതി. ഉണ്ടാക്കാൻ നല്ല ഈസിയും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു അപ്പം. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ ഡിന്നറിനായാലും ഗസ്റ്റെല്ലാം വരുമ്പോൾ നല്ല ചിക്കൻ കറീൻ്റെ കൂടെയെല്ലാം ഉണ്ടാക്കി കൊടുക്കാനെല്ലാം പറ്റിയ ഒരു അടിപൊളി അപ്പം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു അപ്പം ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. കുട്ടികളൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മക്കളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരും അപ്പം കഴിച്ചോളും. അങ്ങനെ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടതിന് ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ആര് വന്നിട്ടാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.